നിങ്ങൾക്കറിയോ നമ്മുടെ ഭൂമിയുടെ അടുത്തൊരു സ്റ്റാർ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ഇവന്റ് ഭയങ്കര റെയർ ആയിട്ടാണ് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുള്ളൂ. ഈ എക്സ്പ്ലോഷനെ നമ്മൾ നോവ എന്നാണ് വിളിക്കുന്നത്. സാധാരണ സ്റ്റാറുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നതിന് നമ്മൾ സൂപ്പർ നോവ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള എക്സ്പ്ലോഷനെ നമ്മൾ നോവ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതൊരു വൈറ്റ് ഡ്വാർഫാണ് പൊട്ടിത്തെറിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏകദേശം 3000 ലൈറ്റ് ഇയേഴ്സ് അപ്പുറമുള്ള ഒരു സ്റ്റാറാണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത്. ഈ ഒരു ഇവന്റ് ഭയങ്കര വലിയൊരു ജൈഗാന്റിക് എക്സ്പ്ലോഷൻ തന്നെയായിരിക്കും. അത് ഇവിടുത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്കൊരു തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്റെയും കാര്യമില്ല, നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ഈ ഒരു ഇവന്റ് കാണാൻ സാധിക്കും. സ്പെക്കുലേഷൻസ് പറയുന്നത് നോർത്തേൺ സ്റ്റാറുകളെക്കാൾ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആയിരിക്കും എന്നാണ്. ഇങ്ങനെ ഒരു ഇവന്റ് സംഭവിക്കുന്നത് ഡിക്ലെയർ ചെയ്തത് നാസയാണ്. സയൻസിനെയും സ്പേസിനെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ ഒരു ഇവന്റിനോടൊപ്പം തന്നെ ഒരു ഫുൾ സോളാർ എക്ലിപ്സ് നമുക്ക് ഈ വർഷം തന്നെ കാണാൻ പറ്റും. അതുമാത്രമല്ല, വളരെ റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു വലിയ ഗ്രീൻ കോമറ്റിനെ നമുക്ക് ഈ വർഷം തന്നെ കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഗേസിംഗ് അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. ഇനി ഈ ഫിനോമിനൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തായാലും ഈ ഒരു സംഭവം അത്യാവശ്യം റെലവെന്റ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് മനസ്സിലാക്കാൻ കുറച്ച് കോംപ്ലക്സ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം അറിയും. അതായത് നമ്മുടെ സൂര്യന് ഒരിക്കലും ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കില്ല. കാരണം നമ്മുടെ സൂര്യന് ഒരു സൂപ്പർനോവ സംഭവിക്കാനുള്ള മാസില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ്റെ ലൈഫ് സ്പാനിന്റെ അറ്റം എത്തുമ്പോൾ നമ്മുടെ സൂര്യന് വലുതായി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സ്പാൻഡ് ചെയ്യുന്നതിന് ശേഷം ഇതിനെ കൊളാപ്സ് ചെയ്തിട്ട് ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറും. അതായത് ചെറിയൊരു സ്റ്റാർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പാൻഷന്റെ സമയത്ത് നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഓർബിറ്റില്ലേ, ഭൂമിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർബിറ്റില്ലേ, ആ ഓർബിറ്റ് വരെയെങ്കിലും എക്സ്പാൻഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഇതൊന്നും കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു സംഭവം സംഭവിക്കാൻ ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് ഏകദേശം ഒരു 4 ബില്യൺ വർഷങ്ങൾ കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പറഞ്ഞ സംഭവമേ ഇവിടെ ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് കണക്കുകൾ മാത്രമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യനെക്കാളും ഏകദേശം ഒരു മിനിമം 20 മടങ്ങ് സൈസുള്ള ഒരു സൂര്യനായിരിക്കും ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള ഒരു മാസ് ആ സ്റ്റാറിനുണ്ട്. നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്യുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ സ്പേസിൽ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഈ ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഈ ഒരു നോവയെ വിളിക്കുന്നത് ടി കൊറോണെ ബൊറിയാലിസ് എന്നാണ്. ഓക്കെ, എന്നെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവുമെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെയാണ് ആരും വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫിനോമിനൻ സംഭവിക്കുന്നത് ഒരു വൈറ്റ് ഡ്വാർഫിലാണ്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റാറിന്റെ ഒരു കോറിനാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക്കലി ഈ ഒരു വൈറ്റ് ഡ്വാർഫ് ഒരു റെഡ് ജയന്റ് സ്റ്റാറിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഡ് ജയന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സ്റ്റാറാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വലിയ സ്റ്റാറിന് ചുറ്റും ഈ ഒരു വൈറ്റ് ഡ്വാർഫ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഓർബിറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ റെഡ് ജയന്റ് അത്യാവശ്യം മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്റ്റാറുകളെ ഇങ്ങനെ റിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതായത് നശിപ്പിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈ ഒരു പ്രോസസ്സ് സംഭവിക്കുമ്പോൾ ഒരുപാട് ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ എമിറ്റ് ചെയ്യും. അതായത് സ്പേസിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഹൈഡ്രജൻ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ വൈറ്റ് ഡ്വാർഫ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ വൈറ്റ് ഡ്വാർഫിന്റെ ടെമ്പറേച്ചർ കൂടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടി വന്ന് ഒരു പോയിന്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്രഷ് ഹോൾഡ് എത്തുമ്പോൾ ഈ വൈറ്റ് ഡ്വാർഫ് എക്സ്പ്ലോഡ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ നോവ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ അബ്സോർബ് ചെയ്ത് ഇതിന്റെ എനർജി ഒക്കെ കൂടി വന്ന് ഒരു ഭയങ്കര വലിയൊരു എക്സ്പ്ലോഷൻ ആയിരിക്കും. അതിന്റെ ഒരു റിലീസ് ഓഫ് എനർജി ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇതൊരു കോസ്മിക് എക്സ്പ്ലോഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പേസിൽ വെച്ചൊരു വലിയൊരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മുടെ ഭൂമിയുടെ അടുത്തല്ലേ ഈ ഒരു ഫിനോമിനൻ സംഭവിക്കുന്നു, അപ്പോൾ നമ്മുടെ ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഈ ഒരു സംഭവം സംഭവിക്കുന്ന ഒരു സേഫ് ഡിസ്റ്റൻസിലാണ്. അതായത് ഏകദേശം ഒരു 3000 ലൈറ്റ് ഇയർക്ക് അപ്പുറമുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ദൂരത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത്തരത്തിലുള്ള കോസ്മിക് എക്സ്പ്ലോഷൻസ് നമ്മൾ ആദ്യമായിട്ടൊന്നല്ല കാണുന്നത്. നമ്മൾ ഒരുപാട് തവണ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാണ് നമ്മൾ ഇതിനായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് 1800-കളിലാണ്. ഇത്തരത്തിലുള്ള എക്സ്പ്ലോഷൻസ് ഓരോ 80 വർഷങ്ങൾ കൂടുമ്പോൾ കാണാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ വേറൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്ലോഷൻ, അതായത് ഈ ഒരു നോവ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്ലോഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതായത് റിയൽ ടൈമിൽ ഈ ഒരു സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം
3000 ലൈറ്റ് ഇയർക്ക് അപ്പുറമുള്ള ഒരു സ്റ്റാറാണിത്. വേറെ ഒന്നല്ല, 3000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു എക്സ്പ്ലോഷനാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിന്റെ റീസൺ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്കറിയാവുന്നതിന് വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? ലൈറ്റ്. പക്ഷെ ഒരു കോസ്മിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പേസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുള്ള ആ ഒരു ലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് ഈ 3000 ലൈറ്റ് ഇയർക്ക് അപ്പുറം നിൽക്കുന്ന ഈ സ്റ്റാറിന് നമ്മുടെ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കും? 3000 വർഷങ്ങൾ എടുക്കും. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സ്പേസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടി നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 3000-ന് മുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു എക്സ്പ്ലോഷൻ ആണിത്. അത് നമ്മുടെ ലൈറ്റിന്റെ സ്പീഡിന്റെ ലിമിറ്റേഷൻ കാരണം നമ്മൾ ഇപ്പോഴാണ് ഭൂമിയിൽ നിന്ന് അറിയുന്നത്. അപ്പോൾ റിയാലിറ്റിയിൽ ഈ ഒരു എക്സ്പ്ലോഷൻ ഓൾറെഡി അവിടെ സംഭവിച്ചു കഴിഞ്ഞു. വേറൊരു സംഭവം, ബീറ്റിൽ ജ്യൂസിന്റെ ആ ഒരു എക്സ്പ്ലോഷൻ ഓൾറെഡി അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ടും അതിന്റെ ആ ഒരു ലൈറ്റിന്റെ ആ ഒരു സിഗ്നൽസ് ഇപ്പം നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ബീറ്റിൽ ജ്യൂസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എക്സ്പ്ലോഷൻ മുമ്പുള്ള ഒരു അവസ്ഥ ഇവിടെ നിന്ന് കാണുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഈ ഒരു എക്സ്പ്ലോഷൻ ഏകദേശം ഒരാഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതായത് നമുക്ക് ഒരാഴ്ചത്തോളം ഈ ഒരു സംഭവം ബ്രൈറ്റ് ആയിട്ട് ആകാശത്ത് കാണാൻ പറ്റും. മിക്കവാറും ഏപ്രിലായിരിക്കും ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അതായത് അടുത്ത മാസമായിരിക്കും ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഈ എക്സ്പ്ലോഷന്റെ ലൈറ്റ് ആ സ്റ്റാറിൽ നിന്ന് 3000 വർഷങ്ങളുടെ മുകളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് അടുത്ത മാസമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ മേജർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നാസ ആയിരിക്കും പുറത്ത് കൊണ്ടുവരുന്നത്. ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ എവിടെ നോക്കിയാലാണ് ഈ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ എന്നുള്ള ചോദ്യത്തിന് സ്പേസിന്റെ ഒരുപാട് മാപ്പുകളുണ്ട്. ഓക്കെ, ഇതിനെയാണ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. അതായത് കുറെ സ്റ്റാറുകൾ ഒരു തരത്തിലുള്ള പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കോൺസ്റ്റലേഷന്റെ പേരാണ് ഹെർക്കുലീസ്. ഈ ഒരു കോൺസ്റ്റലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്ലോഷൻ കാണാൻ പറ്റും. അതായത് ഈ ഒരു നോവ എന്ന് പറഞ്ഞൊരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ എങ്ങനെ ഈ ഹെർക്കുലീസ് കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. സ്റ്റെല്ലേരിയം എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ കോൺസ്റ്റലേഷൻ എവിടെയെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺസ്റ്റലേഷൻ്റെ അകത്തുള്ള 2 ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറുകളെയാണ് നമ്മൾ വെഗാനും ആക്ടൂറസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആർക്ക് പോലത്തെ 4 സ്റ്റാറുകൾ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ കൊറോണ ബൊറിയാലിസ് എന്ന് പറയാം. ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സ്പ്ലോഷൻ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, ഒരു തരത്തിലുള്ള ടെലിസ്കോപ്സ് ഒന്നിന്റെ ആവശ്യമില്ല ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഏതൊരു സ്റ്റാർ ഗേസിംഗും പോലെയാണ് നമ്മൾ മാക്സിമം ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോയി നോക്കാൻ ശ്രമിക്കുക. അതായത് കുറെ മേഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു സംഭവം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി കാണാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാത്രം കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫിനോമിന നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ സംഭവത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് എന്തായാലും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരിക്കും. പിന്നെ വേറൊരു സംഭവം നമ്മുടെ മനുഷ്യന്റെ ഒരു എറർ തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ കണ്ണ് ഇരുട്ടിനോട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും എടുക്കും. അതായത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ രാത്രി ആകാശത്തേക്ക് ഈ ഒരു കറക്റ്റ് സ്ഥലമൊക്കെ സ്പോട്ട് ചെയ്യുന്ന നോക്കി ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വരില്ല. കാരണം നമ്മുടെ കണ്ണ് ഇരുട്ടിനോട് അഡ്ജസ്റ്റ് ആണ്. അപ്പം മിനിമം ഒരു 10 to 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ആകാശത്തോട്ട് നോക്കി നിന്നാലാണ് നമുക്ക് കൂടുതൽ സ്റ്റാറുകളെയും കൂടുതൽ സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ കരുതുക. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് സ്പേസും സയൻസും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഫിനോമിനനാണ്. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കാണാം.